എടുക്കുന്നത് നഷ്ടമാണ്. നമ്മൾ വേണ്ടതും വേണ്ടാത്തൊക്കെ എടുക്കും. എന്റെ പ്രധാന ഹോബി ഈ ഹിന്ദി സ്റ്റാർസിന്റെ മുഴുവൻ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യല. അപ്പൊ അതൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് ഇവരോട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നമ്മൾ ഈ സമയമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പഠിച്ചാൽ അത് കിട്ടിയില്ല. ഒരു വർഷം 365 മണിക്കൂർ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ നെറ്റായിട്ടുള്ള ബന്ധം എന്നേക്ക് അവസാനം. ഈ മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവണതകൾ, വെറുപ്പുള്ള നടന്മാര് അവരാരൊക്കെയാണ്? ഈശ്വര, ഒരു അപ്രിയഗാനം അവതരിപ്പിച്ചാൽ ഹാങ് ഓവർ തീർന്നില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. എന്താ അപ്രിയഗാനത്തിന് ശേഷം ഒരുപാട് കോൾസ് ഒക്കെ വന്നു? അതല്ല തെറ്റ് ചോദിക്കുന്നത് ഞാൻ അതില് അനുരാഗ വിലോചന എന്നുള്ള സോങ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അനുരാഗ വിലോചന എന്ന് പറയുന്ന പാട്ട് ഇഷ്ടപ്പെടായിരുന്നത് സത്യം? അതെ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞവരോട് രണ്ട് രീതിയിലാണ്, അല്ല രണ്ട് ഉത്തരം കൊടുത്ത്. ഒന്ന്, ഞാൻ ആ പാട്ട് അവതരിപ്പിച്ചതിന് മുമ്പേ പറഞ്ഞിട്ട് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കോളർ ട്യൂൺ ആക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മീശമാധം എന്നുള്ള സിനിമയിൽ ഒരു സോങ് ആയിട്ട് എനിക്കിങ്ങനെ ഇത് കിട്ടുന്നു. അതിന്റെ പല്ലവി പാടും എനിക്ക് അനുവല്ലവി മറ്റായിട്ട് തോന്നുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്നെ വിളിച്ചവരോട് പറഞ്ഞാണ്, പറഞ്ഞാണ്, എടാ ഞാൻ എന്ത് പറഞ്ഞാലും വിവാദമാവുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഞാൻ അനുരാഗ വിലോചന എന്നത് ഇത്തിരി ഒരു ഹിറ്റ് പാട്ട് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ അടുത്ത സൈബർ ആക്രമണം തുടങ്ങും. അങ്ങനെ വരുമ്പോ ഇതിനെ പറ്റി സംസാരിക്കാനായിട്ട് ഏഷ്യാനെറ്റുകാർ അടുത്തൊരു ഇന്റർവ്യൂവിൽ വെച്ചാൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് ഷൈൻ ചെയ്യാലോ. സത്യം, നിങ്ങൾ മുഖ്യധാരയിലേക്ക് വരണം. നിങ്ങൾ മുഖ്യധാരയിലേക്ക് വന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കാത്തിരിക്കുന്നവരെ ഇന്ന് ഇവിടെ ഉള്ളൂ. അതായത് ഈ അപ്രിയഗാനങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് അന്വേഷണങ്ങൾ നമുക്ക് പത്രോഫീസിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതലും സ്ത്രീകളുടെയാണ്. ആരായിരുന്നു അയാള്, പറയുന്ന കാര്യങ്ങളിലൊക്കെ എവിടെയൊക്കെ അവർക്ക് സ്ട്രക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ. അല്ല മാത്രമല്ല, പക്ഷെ എന്നെ വിളിച്ചിട്ട് ചെല്ല പറയാം, സാറിന്റെ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്റെ പ്രശ്നം അത് ഇറങ്ങിയില്ലല്ലോ. എനിക്ക് പലരുടെ അഭിപ്രായം കേൾക്കും. ഈ സിനിമ കണ്ട അഭിപ്രായം പോലും ഇങ്ങനെ പറയുന്നു. പടം ഇറങ്ങാത്ത സിനിമയെ പറ്റിയിട്ടാണ് പറയുന്നത്. അഭിനയത്തിനെ പറ്റിയിട്ടും ഇതൊക്കെ പറഞ്ഞു കേട്ടതും ഇതൊക്കെ പടം 100 ഓടിയൊരു സിനിമയെ പറ്റി പറയുന്നില്ല. അപ്പൊ അവര് പറയാം, സാറിന്റെ എല്ലാ ഇന്റർവ്യൂ ഞങ്ങൾ എല്ലാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതേപോലെ ഫേക്ക് നമ്പർ നിങ്ങൾ പറ്റെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആളുകൾ യൂട്യൂബില് എന്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് എന്റെ വിമർശകർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്പർ കൊടുക്കാം, മനസ്സിലല്ലേ? എന്നിട്ട് ഈ വരുന്ന ആരാധകരോടൊക്കെ ഇവർ സന്തോഷ് പണ്ഡിറ്റായി അഭിനയിക്കുകയും അങ്ങനെ പറയുന്നത് മാത്രമല്ല. എന്നിട്ട് ചില സ്ത്രീകളൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്തു, സാർ ഞങ്ങൾ ആ നമ്പറിൽ സത്യാന്ന് വിശ്വസിച്ച് വിളിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ മനസ്സിലാവും? പറഞ്ഞു ഞാനല്ലാന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ ഈ പതിവായിട്ട് നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നു, നിങ്ങൾ പറയുന്ന സ്റ്റൈലുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. സന്തോഷ് പണ്ഡിറ്റ് സാർ ഇങ്ങനെ സംസാരിക്കരുത്. ഇനി ഒരു കൺക്ലൂഷൻ, ഇത് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. അതായത് ഒരു കൺക്ലൂഷനിലെത്താം. ഞാനിപ്പോ ചോദിക്കുന്നത് എന്താ വെച്ചാല്, എന്റെ ഒരു ക്വസ്റ്റൻ ആയിട്ടൊന്ന് കൂടിക്കോളൂ. നിങ്ങളൊരു പ്രതിഭ എന്ന് വിശേഷിപ്പിക്കുമ്പോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളെ ഞാനൊരു പ്രതിഭ എന്ന് വിളിച്ചോട്ടെ ശരിക്കും? എന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് വിളിക്കുന്നതിലും എനിക്ക് പ്രയാസമില്ല. പക്ഷെ എന്റെ ഫസ്റ്റ് സിനിമ റിലീസ് ആവാതെ എന്നെ എന്ത് പേരിലും നല്ലതായാലും ചീത്തയാലും വിളിക്കുന്നതിലൊരു യുക്തി എനിക്ക് നിമിഷം വരെ മനസ്സിലായിട്ടില്ല. ഞാനിപ്പോ ക്യാമറ ഒഴിച്ച എല്ലാ വർക്കും ഞാൻ ചെയ്തു. അതൊരു 100 പുതിയ താരങ്ങൾ ചാൻസ് കൊടുത്തു. അല്ല, സിനിമ റിലീസ് ആയിട്ടില്ല, പക്ഷെ യൂട്യൂബിൽ നിങ്ങളുടെ പ്രസൻസ്, അതായത് ഈ ഗുരുവായൂരപ്പനെയും ഈ ഗുരുവായൂർ കേശവനെയും ഒന്നും ഒരുപാട് നേരം കണ്ടല്ലോ, ഒരു പ്രാവശ്യം കണ്ടാൽ മതി. അതുപോലെയാണ് നിങ്ങളുടെ ഒരു രൂപം മനസ്സിലേക്ക് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൈലി ടാലന്റഡ് എന്ന് തന്നെ പറയാം. കാരണം മലയാളത്തിൽ എന്തോരം പേര് കോടികൾ എടുത്തിട്ട് പല കസർത്തുകൾ കാണിക്കുന്നു ഒരു മുഖ്യധാരയിൽ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളോ എത്ര പെട്ടെന്ന്. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം, അത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ അതിലും ചേർക്കണം. എന്റെ സിനിമയിൽ ഞാൻ പറഞ്ഞത് പുതിയ താരങ്ങളെ വന്നെന്ന് പറഞ്ഞു. നിങ്ങളത് ശരിക്കും നോക്കിയിട്ട് പോയിട്ടാണ്. അപ്പൊ പലരും അവനവന്റെ വിദ്യാഭ്യാസം കളഞ്ഞിട്ട് വരുന്ന പല പ്രവണതയും ഉണ്ടായി. കാരണം ചാൻസ് നഷ്ടപ്പെടില്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവർക്ക് ഞാൻ അവരെ ചീത്ത വിളിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞ പോലെയാണിത്. പിന്നെ എക്സാം ആണ്, അപ്പൊ നല്ല സന്തോഷമായിട്ട് ഞങ്ങളപ്പോൾ നിങ്ങൾ എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചാൻസ് തന്നില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ പബ്ലിക് എക്സാം മുടക്കി നിങ്ങൾക്ക് സിനിമയ്ക്ക് വരുന്നത്. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട എപ്പോഴും നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇത് ശരിയാക്കണം. ഞാനൊരു കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞൊരു വേർഡാണ്, ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൃഷി ഇറക്കുകയാണെങ്കിൽ, ഞാനോട് പറഞ്ഞ പോയിന്റാണ്, നിങ്ങൾ കൃഷി ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കൃഷിക്ക് അനുയോജ്യമാക്കണം. അതേപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ രംഗത്തേക്ക് വരാവൂ. ഇനി നമുക്ക് നീട്ടണ്ട, നമുക്ക് അവസാനിപ്പിക്കാം. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ, മലയാള സിനിമയോട് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോ ഒരു 100 സിനിമയൊക്കെ ചെയ്ത ഒരാളല്ലേ അതിന്റെ ഉത്തരം പറയേണ്ടത്. ആദ്യ സിനിമ പോലെ റിലീസ് ആവാത്ത ഒരാളാ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടുത്തൊരു വിവാദത്തിന് തിരി കൊളുത്തില്ലേ? ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും വിവാദമാവുന്ന കാലാണ് അതെന്ന് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പറയണാണ് വിവാദങ്ങൾ ഉണ്ടാവണം. ഞാനത് പറയാം. അതേപോലെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ദയവിട്ട് എന്റെ നമ്പർ ഒരിക്കൽ കൂടെ നമ്മളതിൽ കൊടുക്കണം. അതിൽ കൊടുക്കുകയാണെങ്കിൽ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ഈ നമ്പർ കൊടുക്കരുത് ദയവിട്ട്. വളരെ അത്യാവശ്യം. നിങ്ങളെപ്പോഴത്തെ ഒരാൾക്ക് വിളിക്കാൻ വേറെ നമ്പർ ഇല്ലാതായിപ്പോ. ഓക്കെ അത് ഞാൻ
ഇത് പേഴ്സണായിട്ട് വെക്കും, മറ്റേ നമ്പർ വീണ്ടും ഒന്നിലേക്ക് കൊടുത്തോളൂ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ എന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി, മലയാള സിനിമയുടെ. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നത് ആക്ഷൻ സിനിമയായാലും കുടുംബകഥയായാലും പ്രേമകഥയായാലും പറയുന്നത് ഒരു പുതുമയോടെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആളുകൾ കുറച്ചുകൂടി തിയേറ്ററിലേക്ക് വരും. അതല്ല നമ്മൾ എന്തെങ്കിലും ഒരു ചട്ടിട്ടപ്പറി മൊയിലിനെ കിട്ടി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കുറച്ചായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില സിനിമകളൊക്കെ വിജയിക്കുകയായിരിക്കും, പക്ഷെ ആളുകൾക്ക് സിനിമ കേൾക്കുമ്പോൾ ആളുകൾ ഓടാൻ തുടങ്ങും. വെറൈറ്റിയാണ് പ്രേക്ഷകരുടെ. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഇത്രയൂടെ പറയാം. ഒരു സി ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ നല്ല ഹിറ്റാന്ന് വെച്ചിട്ട് അങ്ങനെ ഫിലിം ആദ്യമായിട്ടായിരുന്നു. അപ്പോ എനിക്ക് നിങ്ങളുടെ അണ്ടർസ്റ്റുഡ് ആണ്, സംഭവം അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, വീട്ടുപേര്, ഹലോ വീട്ടുപേര് എന്താണ്? അയ്യോ അതിപ്പോ ആളുകൾ അതിലേക്കൊക്കെ ദയവീത് അധികം ചോദിക്കരുത്. ഇപ്പൊ ഒരുവിധം സമാധാനമുണ്ട്. കോഴിക്കോട്ടുകാരനാന്ന് പറഞ്ഞാൽ മതി. കോഴിക്കോട് നരിക്കുഴി സ്വദേശി അല്ലേ? നരിക്കുഴി സ്വദേശി സന്തോഷ് മാധവൻ. എവിടെയാ പഠിച്ചത്? സന്തോഷ് പണ്ഡിറ്റ്. സോറി സന്തോഷ് മാധവന് പത്രക്കാരവായാൽ സന്തോഷ് മാധവനെ വരുള്ളൂ. സന്തോഷ് പണ്ഡിറ്റ്. പിന്നെ അതേപോലെ നിങ്ങൾ കൊടുക്കാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലെ അച്ഛനമ്മയില്ല. അച്ഛനമ്മയും മരിച്ചു. ഭാര്യ കല്യാണം കഴിച്ചിട്ടുണ്ടോ? മാരീഡ് ആൻഡ് ഡൈവേഴ്സ്ഡ്. അതെ. അത് ശരി. എന്നായിരുന്നു വിവാഹം? അത്രയ്ക്ക് പോണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നിങ്ങളുടെ പാട്ടുകൾ സ്ഥിരമായി കേൾക്കുന്ന നിങ്ങളോട് സ്നേഹം തോന്നുന്ന ഒരാൾ ചോദിക്കണമെന്ന് വിചാരിച്ചോളൂ. ഇത് ഔട്ട് ഓഫ് റെക്കോർഡാണ്, ഞാൻ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി ചോദിച്ചല്ല. എന്താണ് സംഭവിച്ചത് കുടുംബജീവിതത്തില്? ഒന്നുമില്ല, അത് ഞങ്ങളുടെ ഒരു തീർച്ചയായും പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറിയ പ്രശ്നം. പ്രണയവിവാഹമായിരുന്നോ? അല്ലല്ല, അറേഞ്ച്ഡ് മാരേജ് അല്ലെ? അപ്പൊ ഇപ്പൊ ഡൈവേഴ്സ്. കഴിഞ്ഞ ഏഷ്യാനെറ്റില് അല്ല, നിങ്ങൾ പറ്റെങ്കിൽ ഏഷ്യാനെറ്റില് അതിലൊരു സ്ത്രീകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞാനതിൽ പറയുന്നുണ്ട്, രാത്രി ശിവരാത്രി എഴുതാൻ വേണ്ടി ഇനി പ്രേമിക്കാൻ സമയമില്ലല്ലോ, ഞാനാരും പ്രേമിച്ചില്ല. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പ്രകൃതമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാനത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, ഒന്ന് പറയാൻ ആഗ്രഹിക്കും. ഓക്കെ, എന്തായാലും സംഭവം ഇത് ആരാധികമാർക്ക് ആവേശം പകരുന്നൊരു വാർത്തയാണ്. സന്തോഷ് മാധവൻ ഈസ് ഡൈവോഴ്സ്ഡ്. ശരിക്കും അല്ലേ? വിവാഹം നോക്കുന്നുണ്ടോ, അതോ സിനിമ റിലീസായി കഴിഞ്ഞിട്ട്? തീർച്ചയായിട്ടും കൃഷ്ണൻ ജാതിക്ക് ശേഷം നോക്കണമെന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് അച്ഛനമ്മയും മരിച്ചു, ഒരു പെങ്ങളുണ്ട്, അവള് മാരീഡാണ്, ഒരു സിസ്റ്ററുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് 2-3 വീട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ വീട്ടിലും ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു സ്റ്റുഡിയോ തുടങ്ങുന്നൊരു ഐഡിയ ഉണ്ട് സിനിമ വിജയിക്കുകയാണെങ്കിൽ. കാരണം ഇപ്പൊ നമ്മൾ എന്ത് കാര്യത്തിലും ചെന്നൈയിലേക്ക് പോകുന്നു, അത് ഒഴിവാക്കിയിട്ട് പരമാവധി കേരളത്തിൽ തന്നെ ചുരുങ്ങിയ ചെലവിൽ ദാറ്റിക്കുമ്പോൾ ചെറിയ, അതായത് ഞാനെപ്പോഴും ആലോചിക്കുന്നു ചെറിയ ആളുകൾക്ക് എങ്ങനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാം, അവർക്ക് എങ്ങനെ കോൺഫിഡൻസ് തരും. അപ്പൊ കൃഷ്ണൻ ജാതി ഹിറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യം ഹിറ്റായതിനു ശേഷം ഒരുപാട് ഈ പുതിയ താരങ്ങൾ വെച്ചിട്ടുള്ള സിനിമകൾ വരാൻ തുടങ്ങി. അതേപോലെ ചെറിയ ആളുകൾക്ക് മറ്റു നല്ലൊരു കോടീശ്വരന്മാർക്ക് മാത്രം അപ്രോച്ച് ചെയ്യാവുന്നതല്ല എന്ന്. അതേപോലെ പുതുതായിട്ട് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും നമുക്കും സന്തോഷ് പണ്ഡിറ്റിനൊക്കെ അഭിനയിക്കാൻ പറ്റിയ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയിച്ചുകൂടാൻ ഒരു ചിന്തയൊക്കെ വലിയ സൗന്ദര്യം ഇല്ലാത്തവർക്ക് വരെ ചിന്തിക്കാവുന്ന ഒരു പാത ഞാൻ തുറന്നു കൊടുത്തു. അതെ, ഇതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ചേർക്കാവുന്ന ഒരു സാധനം, ബ്രേക്ക് ഡാൻസ് പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. പക്ഷെ ഈ മൂൺ വാക്ക് എങ്ങനെ ചെയ്തു? ആ മൂൺ വാക്ക് ഒരാൾ സന്തോഷമായിട്ട് ഒരു മൂൺ വാക്ക് ചെയ്താൽ എനിക്ക് ജസ്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഐഡിയയിൽ അങ്ങ് ചെയ്തതാണ്. എനിക്ക് മൂൺ വാക്ക് അറിയാം. ഞാൻ ഈവൻ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ മൂൺ വാക്ക് അവർ ചോദിച്ചിരുന്നു, സാർ എന്തെങ്കിലും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു കൊടുത്തില്ല. പക്ഷെ സ്പേസിന്റെ പ്രശ്നം കൊണ്ട് എനിക്കത് ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. ഡാൻസ് അറിയില്ലെങ്കിൽ എനിക്കൊരാൾ സ്റ്റെപ്പ് പറഞ്ഞാൽ ഞാൻ അപ്പൊ ചെയ്യും, ഏത് സ്റ്റെപ്പ് ചെയ്യും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് ഇപ്പൊ മലയാളത്തിൽ കന്നഡത്തിൽ തമിഴിൽ നിന്നൊക്കെ വന്നിട്ട് ആര്യ അവര് വരുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇവിടെ കലക്കുന്നുണ്ട്. അതിനേക്കാളും കേരളീയമായിട്ട് തോന്നി നിങ്ങളുടെ ഡാൻസ്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷെ ഞാൻ ഈ കൃഷ്ണൻ രാധയുടെ അപ്രോച്ചിന്റെ കാര്യം കൂടെ നിങ്ങൾ അത് പറയേണ്ടി വരും. കാരണം ഞാൻ കൃഷ്ണനുണ്ടാകും ഈ പ്രത്യേക സിനിമ, രണ്ടാമത്തെ സിനിമയിൽ ഞാൻ അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഈ സിനിമയുടെ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും കളിക്കാവുന്ന ഒരു ഡാൻസ്. അതൊരു സംഘടനകളൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മളെ ഒരാൾ വോട്ടിന് ആക്രമിച്ചാൽ നമ്മളിപ്പോ എങ്ങനെ ആക്രമിക്കാം ആ ലെവലിലാണ്. അല്ലാതെ അപ്പോ കൃഷ്ണന്റെ മ്യൂസിക്കിന്റെ കാര്യത്തിലായാലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കണേ. ആ മെച്ചൂറിസം നിങ്ങൾ പ്രൊഫഷണൽസ് ആക്കുകയാണ് ചെയ്തത്. അതായത് പുല്ലാങ്കുഴലാണ് നിങ്ങളുടെ ബേസ് അല്ലേ? അതെ, പുല്ലാങ്കുഴലാണ്. അത് മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുല്ലാങ്കുഴൽ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ പുല്ലാങ്കുഴലിനെ വേണ്ടിടത്തേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പൊ മമ്മമായ എന്ന പാട്ടിൽ ഞാനത് യൂസ് ചെയ്തില്ല. ഒന്നിന് വേണ്ടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം സ്വാഭാവികമായി വരുന്നിടത്ത് നമ്മൾ അതിനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാം.
അത് നമ്മളെ മുന്നിൽ കിട്ടുന്ന ഫ്ലൂട്ടിൽ ഏത് സ്റ്റൈലാണ് ഇഷ്ടം? കർണാട്ടിക് ആണോ ഹിന്ദുസ്ഥാനി ആണോ? ഏതാ നിങ്ങൾ പരിശീലിപ്പിച്ചേക്കണം? കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എനിക്ക് ഹിന്ദുസ്ഥാനിയാണ് കുറച്ചുകൂടെ. ഹിന്ദുസ്ഥാനി. ഓക്കെ, അപ്പോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഞാൻ ഇനി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം വിളിച്ച്. അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം കൂടെ മൈൻഡിൽ വെച്ചോളൂ. എനിക്ക് തോന്നുന്നേ ഇഷ്ടപ്പെട്ട നമ്മളിപ്പല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറെ ഇന്റർവ്യൂ ചെയ്ത് അല്ല നമ്മള് മാഷുമാരിക്ക് തന്നെ ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ അതിന് ഞാൻ അവരോട് ചോദിക്കാറ് ഒന്ന് രണ്ട് ചോദ്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് തരികയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താം. എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ നടിയൊക്കെ ചോദിക്കാറുണ്ട് നമ്മള്. ഇഷ്ടപ്പെട്ട നടനാരാണ്? അതെ, അങ്ങനെ ഞാൻ മലയാളത്തിൽ എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം. നടി എന്ന രീതിയിൽ ഭാമയാണ് ഇഷ്ടം. ഭാമ. ശരി. തമിഴിലെ സൂര്യയാണ്. ഇനിയിപ്പോ നോക്കണ്ട, ഇനിയിപ്പോ അവരുടെ നിരയിലേക്കൊക്കെ ഉയർന്നു വരികയാണ്. ഇനിയിപ്പോ ഇഷ്ടം മാത്രമല്ല ഉണ്ടാവുക, ഇനി അവർ സഹപ്രവർത്തകരാവാൻ പോവാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഈ സിനിമ റിലീസായി കഴിഞ്ഞ് പിറ്റേ ആഴ്ച നിങ്ങള് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ നിങ്ങൾ സിനിമയിലേക്ക് ക്ഷണിക്കുകയും നിങ്ങൾ അതിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുള്ള ഒരു പ്രഡിക്ഷനാണ്. അതിനകത്ത് നമുക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അത് ചിലപ്പോൾ പ്രിയദർശനാവാം, ഫാൻസിലാവാം, സിനിമയിലാവാം, അന്വേഷണത്തിലാവാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രെയിംസ് ഒക്കെ ബിഗ് ബിയുടെ ഫ്രെയിംസിൽ ഞങ്ങൾക്ക് ഒന്നും തോന്നിയില്ല. പക്ഷെ ബിഗ് ബിയുടെ ഫ്രെയിംസിനൊക്കെ സത്യം നിങ്ങളെ പലരും ബ്ലസ്സിയോടെ ഉപമിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സംവിധായകൻ ഒരു സെൻസ് ഓഫ് ഹ്യൂമറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രിയദർശൻ സാറിനാണ് ഇഷ്ടം. കാരണം അത് തമാശയിലൂടെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ യു ടൈം. താങ്ക്സ്. എന്റെ പേര് ബിനേഷ് കെ അരവിന്ദൻ. അതെ, ഞാനിപ്പോ SMS ചെയ്യാം എന്റെ മെയിൽ ID. നിങ്ങളുടെ മറ്റേ ഓഫീസ് നമ്പർ കൂടെ ഓഫീസ് നമ്പറോടെ ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.